ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ഹോശയ്യ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യമാണ് വായിച്ചത്. നമുക്കൊന്നുകൂടി വായിച്ച് കേൾക്കാം. അതുകൊണ്ട് ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുവന്ന് അവളോട് ഹൃദ്യമായി സംസാരിക്കും. ദൈവം പറയുകയാണ് അവളെ എന്നുള്ളത് ഇസ്രായേൽ ജനത്തെ, ദൈവജനത്തെ, കർത്താവിൻ്റെ മണവാട്ടി സഭയെ. അതുകൊണ്ട് ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുവന്ന് അവളോട് ഹൃദ്യമായി സംസാരിക്കും. മരുഭൂമിയുടെ അനുഭവത്തിൽ ക്രിസ്തു ഹൃദ്യമായി സംസാരിക്കും. മരുഭൂമിയുടെ അനുഭവം യാതന നിറഞ്ഞതാണ്, വരൾച്ചയാണ്, ഒരു നനവിൻ്റെ ഒരു കുളിർമയുടെ അനുഭവം തീർത്തുമില്ല. വരണ്ട അനുഭവം, ഉണങ്ങി വരേണ്ട അനുഭവം. പക്ഷേ അവിടെ ഹൃദ്യമായി ക്രിസ്തു സംസാരിക്കുമെന്ന്, മരുഭൂമിയുടെ അനുഭവത്തിൻ്റെ മധ്യത്തിൽ ക്രിസ്തു നമ്മോട് സംസാരിക്കുമെന്ന്. നമ്മിൽ എല്ലാവർക്കുമുണ്ട് ഈ വരൾച്ചകൾ, ജീവിതത്തിൻ്റെ വിരസതകൾ, ജീവിതത്തിലെ ആകുലങ്ങൾ, ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ, ഒന്നുമാറി ദുരിതങ്ങൾ, നമുക്ക് പരിഹരിക്കാനാവാത്തതായ പ്രശ്നങ്ങൾ. ചില പ്രതിസന്ധികൾ വരുമ്പോൾ നാം അമ്പരന്ന് പോകും. ജീവിതം ഏറെ ദുഷ്കരമായിരിക്കും, പ്രയാസമായിരിക്കും. നിങ്ങൾ ഓരോരുത്തരും അതുപോലുള്ള മരുഭൂമിയുടെ അനുഭവം കുറഞ്ഞതോ വലുതോ ആയിട്ട് അനുഭവിക്കുന്നുണ്ടാകും. മരുഭൂമിയുടെ അനുഭവം, പ്രതിസന്ധികളിൽ മനസ്സ് ഉരുകി ഉള്ളു നൊന്ത് വലഞ്ഞ് വിഷമിക്കുന്നവരുണ്ടാകും. പക്ഷേ ഈ മരുഭൂമിയിലെ വരൾച്ചയിൽ കൂടി കർത്താവ് നമ്മോട് സംസാരിക്കും. നിങ്ങൾ എവിടെയെല്ലാം പരാജയപ്പെട്ടിട്ടുണ്ടോ അവിടെയെല്ലാം നിങ്ങൾ ക്രിസ്തുവിനോട് തുറന്നു പറയണം, കർത്താവേ എന്നെ സഹായിച്ചേ പറ്റൂ, സഹായിച്ചേ മതിയാകൂ. എവിടെയെല്ലാം നിങ്ങൾക്ക് ഇന്ന് പരാജയം തോന്നുന്നുണ്ടോ, പല കാര്യങ്ങളുണ്ടാകും. വരൾച്ചയുടെ പല കാര്യങ്ങൾ കാണും, പല പ്രശ്നങ്ങൾ കാണും. അത് എല്ലാം നിങ്ങൾ കർത്താവിനോട് പറയണം, കർത്താവേ ഞാൻ പരാജയപ്പെട്ടിരിക്കുന്ന ഈ സ്ഥാനത്ത് എൻ്റെ കർത്താവേ നീ എന്നെ ഒരു ജയാളിയാക്കി മാറ്റണം. കോപസ്വഭാവത്തിൻ്റെ കാര്യത്തിൽ ഞാൻ പരാജയപ്പെട്ടിരിക്കുകയാണ്, എൻ്റെ കോപസ്വഭാവം നീ ഒന്ന് മാറ്റിത്തരണം. ഇന്ന് എനിക്കൊരു മെസ്സേജ് കിട്ടി, എനിക്ക് കോപം മാറുന്നില്ല, കോപം വിട്ടുമാറുന്നില്ല. സാറേ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ ജോലി സ്ഥലത്ത് വളരെ യോഗ്യമായി ജോലിയൊക്കെ ചെയ്തിട്ട് വരും, വീട്ടിൽ വരുമ്പോഴേക്കും കോപമാണ്. ഞാൻ എൻ്റെ ഭർത്താവിനോടും കോപിക്കും, എൻ്റെ കുഞ്ഞുങ്ങളോടും കോപിക്കും. എനിക്ക് വേണ്ടെന്ന് വിചാരിച്ചാലും എനിക്ക് കോപം മാറുന്നില്ല. ഞാൻ അപ്പോൾ തന്നെ മെസ്സേജ് ഞാൻ തിരിച്ചയച്ചു, ഞാൻ പ്രാർത്ഥിക്കാം, പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചാൽ ഫലപ്പെടുകയില്ല. ഞാൻ പ്രാർത്ഥിച്ചാൽ ഫലപ്പെടുകയില്ല. കാരണം ഈ കോപസ്വഭാവം ഏത് ഭാവവും പോലെ തന്നെ നാം തന്നെ ജയിച്ചേ പറ്റൂ. അത് അവനവൻ തന്നെ ജയിച്ചേ പറ്റൂ. ഞാൻ കോപിക്കുകയും തീരുമാനിക്കണം. അത് തീരുമാനിക്കാൻ ക്രിസ്തുവിൻ്റെ ശക്തി വേണം, ക്രിസ്തുവിൻ്റെ കൃപ വേണം. പക്ഷേ എനിക്ക് ജയിച്ചേ പറ്റൂ എന്നുള്ള നിർബന്ധം നിങ്ങൾക്ക് വരണം. നിർബന്ധമായും ഞാൻ ഇനി കോപിക്കുകയില്ല എന്നുള്ള ഒരു ദൃഢനിശ്ചയം നിങ്ങളെടുക്കണം. അപ്പോൾ നിങ്ങളുടെ കൃപ കർത്താവ് തരും. അങ്ങനെയൊരു തീരുമാനത്തിലേക്ക് വന്ന് നിങ്ങളൊരു മാനസാന്തരം അനുഭവിച്ചാൽ നിങ്ങൾക്ക് രക്ഷയുണ്ട്. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് മാനസാന്തരം എന്ന് പറയുന്ന പദം കേൾക്കുമ്പോൾ മനസ്സിലാകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ മാനസാന്തരം നിങ്ങൾ അനുഭവിക്കണം, നിങ്ങൾ മാനസാന്തരപ്പെടണം, ഹൃദയം മാറണം. ക്രിസ്തു ഹൃദയം മാറ്റും. നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ ഹൃദയം മാറണം. അപ്പോൾ നിങ്ങൾ തോറ്റുകൊണ്ടിരിക്കുന്ന ഈ കോപ സ്വഭാവത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ജയം കിട്ടും എന്ന് പറഞ്ഞു. നേരത്തെ തന്നെ മെസ്സേജ് കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ ഏത് ഭീകരമായ വരൾച്ച വന്നാലും, ഈ സൂര്യപ്രകാശമേറ്റ് അങ്ങ് എരിപൊരിക്കൊള്ളുന്ന അനുഭവത്തിൽ, മരുഭൂമിയുടെ അനുഭവത്തിൽ വന്നാലും നമുക്ക് ആ അനുഭവത്തിൽ കൂടി നന്മയിലേക്കുള്ള ഒരു നിഴൽപ്പാട് കർത്താവ് നമുക്ക് കാണിച്ചു തരും. എത്ര ദുരിതപൂരിതമായ ജീവിതത്തിലും, എത്ര സങ്കടകരമായ ജീവിതത്തിലും, യാതനാഭരിതമായ ജീവിതത്തിലും യേശുക്രിസ്തുവിൽ നിങ്ങൾ ചാരുമെങ്കിൽ, യേശുക്രിസ്തുവിനെ നിങ്ങൾ വിശ്വസിക്കുമെങ്കിൽ, യേശുക്രിസ്തുവിൻ്റെ കരുണയ്ക്ക് വേണ്ടി നിങ്ങൾ യാചിക്കുമെങ്കിൽ ഹൃദയത്തിൽ സമാധാനം തരും. ദൈവത്തിന് സ്തോത്രം. കാരണം കർത്താവ് വെറുതെ ഒരു വാക്ക് പറയുകയില്ല. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്, നിങ്ങൾ ഹൃദയം കലങ്കരുത്, ഭ്രമിക്കുകയും വരുത്. കർത്താവിൻ്റെ ഒടുവിലത്തെ പ്രസംഗത്തിൽ കർത്താവ് പറഞ്ഞതാണ്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 27-ാം വാക്യത്തിൽ പറയുന്നതാണ്, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു,
ഇത് കർത്താവ് പറഞ്ഞതില്ലേ? ക്രിസ്തു പറഞ്ഞ വാക്കല്ലേ? ക്രിസ്തു വാക്ക് മാറുകയില്ലല്ലോ. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്ന പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും വരുത്. ആ കർത്താവിൻ്റെ ഒടുവിലത്തെ പ്രസംഗം ശിഷ്യന്മാരോടായി പറഞ്ഞ 11 ശിഷ്യന്മാരോടായിട്ട് പറയുന്ന ആ പ്രസംഗം അവസാനിക്കുന്ന വാക്ക് യോഹന്നാൻ 16:33 ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്ത് ജയിച്ചിരിക്കുന്നു. കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്ത് ജയിച്ചിരിക്കുന്നു. കഷ്ടമില്ലെന്ന് കർത്താവ് പറഞ്ഞില്ല, കഷ്ടമുണ്ട്. പക്ഷേ നമുക്ക് ലോകത്ത് ജയിച്ച ജയവീരനായ ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിന് നാഥനായി സ്വീകരിക്കുമെങ്കിൽ കർത്താവ് നമുക്ക് ജയം തരും, നമ്മെ അനുഗ്രഹിക്കും. മരുഭൂമിയുടെ അനുഭവത്തിൽ കൂടി കർത്താവ് നമ്മോട് സംസാരിക്കും. യാതനയിൽ കൂടി കർത്താവ് നമ്മോട് സംസാരിക്കും. ദുരിത നിറഞ്ഞ ജീവിതത്തിൽ കൂടി കർത്താവ് നമ്മോട് സംസാരിക്കും. ആപത്തുകളിൽ കൂടി കർത്താവ് നമ്മോട് സംസാരിക്കും. അപകടങ്ങളിൽ കൂടി കർത്താവ് നമ്മോട് സംസാരിക്കും. പല കാര്യങ്ങളിലുള്ള തോൽവിയിൽ കൂടി കർത്താവ് നമ്മോട് സംസാരിക്കും. കടബാധ്യതയിൽ വലയുന്ന അനുഭവത്തിൽ നിന്ന് കഴിഞ്ഞ് വലഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് നമ്മോട് സംസാരിക്കും. എങ്ങനെ സംസാരിക്കും? അനുഭവത്തിൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ഏതെങ്കിലും തരത്തിലുള്ളതായ ദുരിതമോ വേദനയോ യാതനയോ ഉണ്ടെങ്കിൽ നിങ്ങൾ നിരാശപ്പെടരുത്. ഇതിൽ കൂടി എൻ്റെ കർത്താവ് എനിക്ക് നന്മയ്ക്കാക്കി മാറ്റിത്തരുന്ന കർത്താവിൻ്റെ വചനത്താൽ എന്നെ അനുഗ്രഹിക്കുന്ന ഒരു അനുഭവം എനിക്ക് ലഭിക്കും. നിങ്ങൾ വിശ്വസിക്കണം. ഈ ദുരിതം നിറഞ്ഞ ജീവിതത്തിൽ, യാതനാഭരിതമായ ജീവിതത്തിൽ എന്നോട് കർത്താവ് സംസാരിക്കുന്നത് എനിക്ക് അനുഭവിക്കാൻ സാധിക്കണം. എൻ്റെ ജീവിതത്തിലെ ഏതെല്ലാം കാര്യങ്ങളാണ് ഞാൻ മാറ്റേണ്ടതെന്ന്, എവിടെയെല്ലാമാണ് ക്രിസ്തുവിന് പ്രവർത്തിക്കാൻ ഇടവില്ലാതിരിക്കുന്നതെന്ന് ഞാൻ തന്നെ മനസ്സിലാക്കി അവയെ തിരുത്തുവാൻ കർത്താവെ എനിക്ക് സമ്മതമാണ്, കർത്താവെ നീ എന്നോട് സംസാരിക്കണമേ. അങ്ങനെ നാം സംസാരിക്കുമ്പോൾ കർത്താവ് നമുക്ക് മരുഭൂമിയിൽ കൂടി നമ്മോട് അനേകം കാര്യങ്ങൾക്ക് അനുഭവമാക്കി തരും. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഈ വാക്കുകൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് അനേകം പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്കറിയാം. അനേകം പ്രശ്നങ്ങൾ. ചിലരിങ്ങനെ വേവലാതി കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ നല്ലപോലെ ശ്രദ്ധിക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ ചില ആകുലങ്ങൾ നിങ്ങളെ മഥിച്ചുകൊണ്ടിരിക്കുകയാണ്. വചനം പറയുന്നത് കേട്ടിട്ടും ശ്രദ്ധിക്കാൻ പറ്റാത്ത വിധത്തിൽ ഏതെല്ലാമോ ചില വേദനാ വിഷയങ്ങൾ നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സ് പതറിയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇന്ന് വിശ്വസിക്കൂ, കർത്താവ് ഇന്ന് നിങ്ങൾക്ക് സമാധാനം തരാൻ കണ്ട ദിവസമാണ്. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിക്കുക എന്നൊരു വാക്യമുണ്ട് 118 സങ്കീർത്തനത്തിൽ. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിക്കുക. സന്തോഷിക്കാനാണ് പറയുന്നത്. സന്തോഷമില്ലാതെ എങ്ങനെ സന്തോഷിക്കും? കർത്താവ് പറയുന്നു സന്തോഷിക്കുക എന്ന്. എനിക്കോ സന്തോഷമില്ലല്ലോ. എന്നും രോഗമാണല്ലോ, കടത്തിൻ്റെ ഞെരുക്കമാണല്ലോ, മറ്റു മനുഷ്യരിൽ നിന്നുള്ള ഉപദ്രവമാണല്ലോ. ഞാൻ ഏതെല്ലാം വിധത്തിൽ നല്ല രീതിയിൽ ജീവിക്കാൻ തുടങ്ങിയാലും എന്നെ പലതരത്തിൽ വിഷമിപ്പിക്കുന്ന ആളുകളാണല്ലോ എൻ്റെ ചുറ്റുമുള്ളത്, എൻ്റെ അയൽവക്കത്തുള്ളത്. എൻ്റെ കർത്താവേ, എനിക്ക് സമാധാനമില്ല. ഇതാണ് നാം ദൈവത്തോട് പറയുന്നത്, അല്ലെങ്കിൽ പറഞ്ഞില്ലെങ്കിലും നമ്മുടെ ഹൃദയത്തിലുള്ളത്. പ്രിയപ്പെട്ടവരെ, എന്നാൽ നിങ്ങൾ വിശ്വസിക്കൂ, നിങ്ങളുടെ ജീവിതത്തിൽ വന്നതായ എല്ലാ ദുരനുഭവങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ചില പാഠങ്ങൾ തന്നുകൊണ്ട് നിങ്ങളെ ഉയർത്തിയെടുക്കാൻ കർത്താവ് പരിശ്രമിക്കുകയാണ്. നിങ്ങൾക്ക് സമാധാനം തരുവാൻ കർത്താവ് പരിശ്രമിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. മരുഭൂമിയിൽ കൊണ്ടുചെന്ന് ഹൃദ്യമായകളോട് സംസാരിക്കും. മരുഭൂമിയിൽ വെച്ച് കർത്താവിൻ്റെ വചനം നമുക്ക് ലഭിക്കും. നാം ചില കാര്യങ്ങളെല്ലാം ചിന്തിച്ച് കഴിഞ്ഞു. വഴിയിലേക്ക് ഞാൻ പോകുന്നില്ല. ഇന്ന് മരുഭൂമിയിൽ കൂടി ലഭിച്ച ഒരനുഭവത്തെക്കുറിച്ച് പറയാൻ പോവുകയാണ്. ഗലാത്യലേഖനം 1-ാം അധ്യായം. ഗലാത്യലേഖനം 1-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം മുതൽ നമുക്ക് വായിക്കാം. 17-ാം വാക്യം വായിക്കാം. മരുഭൂമിയുടെ അനുഭവം. സഹോദരന്മാരെ, ഞാൻ അറിയിച്ച സുവിശേഷം മാനുഷ്യമല്ല എന്ന് നിങ്ങളെ ഓർപ്പിക്കുന്നു. അത് ഞാൻ മനുഷ്യരോട് പ്രാപിച്ചിട്ടില്ല, പഠിച്ചിട്ടുമില്ല. യേശുക്രിസ്തുവിൻ്റെ വെളിപാടിനാൽ അത്രേ പ്രാപിച്ചത്. യഹൂദ മതത്തിലെ എൻ്റെ മുമ്പത്തെ നടപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ ദൈവത്തിൻ്റെ സഭയെ അത്യന്തം ഉപദ്രവിച്ച് മുടിക്കുകയും എൻ്റെ പിതൃപാരമ്പര്യത്തെക്കുറിച്ച് അത്യന്തം എരിവേറി എൻ്റെ സ്വജനത്തിൽ സമപ്രായക്കാരെ പലരേക്കാളും യഹൂദ മതത്തിൽ അധികം ഉതിരുകയും ചെയ്തു പോന്നു. എങ്കിലും എൻ്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച് തൻ്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം തൻ്റെ പുത്രനെക്കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിന് അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിച്ചപ്പോൾ ഞാൻ മാംസരത്വങ്ങളോട് ആലോചിക്കുകയോ എനിക്ക് മുമ്പേ അപ്പോസ്തലന്മാരായവരുടെ അടുക്കൽ യെരുശലേമിലേക്ക് പോകുകയോ ചെയ്യാതെ നേരെ അറബിയിലേക്ക് പോകുകയും ദമസ്കോസിലേക്ക് മടങ്ങിപ്പോരുകയും ചെയ്തു. അപ്പോസ്തലനായ പൗലോസിൻ്റെ മരുഭൂമിയിലുള്ള അനുഭവം. അപ്പോസ്തലനായ പൗലോസിൻ്റെ അന്നത്തെ പേര് ശൗൽ എന്നാണ്. വളരെ മതതീഷ്ണതയുള്ള ഒരു യുവാവായിരുന്നു. മതവൈരാഗ്യമുള്ളൊരു ചെറുപ്പക്കാരനായിരുന്നു. ഉയർന്ന സ്ഥാനമാനങ്ങളുള്ള ഒരാളായിരുന്നു. അന്ന് യഹൂദ മതത്തിൽ ഏറ്റവും മുൻപനായിരുന്നു.
യെരൂശലേം ദേവാലയത്തിൽ ഏറ്റവും പ്രസിദ്ധമായ സ്ഥാനം വഹിക്കുന്നയാളായിരുന്നു. ഈ ശൗല് അന്നത്തെ സന്നദ്ധി സംഘത്തിലൊരു അംഗമായിരുന്നു. ഏറ്റവും ഉത്തരവാദിത്വമുള്ള ഒരു ശുശ്രൂഷയാണ് ശൗല് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ അത്ഭുതകരമായ വചനം ഈ ശൗലിൻ്റെ ഹൃദയത്തെ തൊട്ടത് യാദൃശ്ചികമായിരുന്നു. യാദൃശ്ചികം നമുക്ക് തോന്നാം, യാദൃശ്ചികമായിരുന്നു. സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുവാൻ കൊണ്ടുപോകുമ്പോൾ ഈ ശൗലാണ് അതിന് നേതൃത്വം കൊടുത്തത്. ക്രിസ്തുവിനെ സുവിശേഷിച്ചു, ക്രിസ്തുവിനെ പ്രസംഗിച്ചു എന്നൊരൊറ്റ കാരണം കൊണ്ട് അന്ന് സമൂഹം മുഴുവനും എതിർത്തു എന്ന് മാത്രമല്ല, കല്ലെറിഞ്ഞ് കൊല്ലുവാൻ ആ സമയത്ത് അതിന് നേതൃത്വം കൊടുത്തത് ഈ ശൗൽ എന്ന യുവാവാണ്. ശൗൽ വളരെ മതനിഷ്ഠതയുള്ള യുവാവായിരുന്നു. പള്ളി, യെരൂശലേം ദേവാലയം ശൗലിൻ്റെ ഒരു ആരാധനാകേന്ദ്രം എന്നുള്ള വെറും ആരാധനാകേന്ദ്രം ആയിരുന്നില്ല. അതിനപ്പുറം ശൗലിൻ്റെ ജീവനായിരുന്നു. പള്ളിക്ക് വേണ്ടിയും പള്ളിയിലെ കാര്യങ്ങൾക്ക് വേണ്ടിയും മാത്രമായിരുന്നു ശൗൽ ജീവിതം ഒഴിഞ്ഞു വെച്ചിരുന്നത്. അത്ര മതത്തിൽ നിർബന്ധമുള്ള ഒരാളായിരുന്നു. ആ മതവൈരാഗ്യം കൊണ്ടാണ് യേശുക്രിസ്തുവിനെ സുവിശേഷിച്ചെന്ന ഒരൊറ്റ കാരണം കൊണ്ട് സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുവാൻ ശൗലിന് നേതൃത്വം കൊടുത്തത്. പക്ഷേ അന്ന് വളരെ യാദൃശ്ചികമായി ശൗല് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ സ്തേഫാനോസിൻ്റെ മേൽ കല്ലുകൾ ഇങ്ങനെ ആഞ്ഞാഞ്ഞെറിഞ്ഞ് വീഴുമ്പോൾ സ്തേഫാനോസ് ഒരു സമയത്ത് ശരീരം ഉടഞ്ഞ് തകർന്ന് താഴെ വീണ് അങ്ങനെ കിടന്നിട്ട് സ്തേഫാനോസ് കൊടുങ്കൈ ഉയർത്തി പയ്യൊന്ന് എഴുന്നേക്കാൻ നോക്കി. കൊടുങ്കൈ കുത്തിക്കൊണ്ട് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ നോക്കി, സാധിക്കുന്നില്ല. വീണ് പോകുന്നു. കാരണം അവിടെയെല്ലാം അസ്ഥിയെല്ലാം ഒടിഞ്ഞിരിക്കുന്നു. ഉരുളൻ കല്ലുകൾ വന്ന് വീണ് അസ്ഥിയെല്ലാം ഒടിഞ്ഞു പോയി. പക്ഷെ ഒരു വിധത്തിൽ കൈ ഒന്ന് താങ്ങിക്കൊണ്ട് മേളിലോട്ട് നോക്കിയപ്പോൾ സ്തേഫാനോസിൻ്റെ മുഖം സൂര്യനെ പോലെ പ്രകാശിക്കുന്നു. അത് നോക്കി ഈ കല്ലെറിഞ്ഞവരെ അത്ഭുതത്തോടെ കണ്ടു. മുഖം സൂര്യനെ പോലെ പ്രകാശിക്കുന്നു. മാത്രമല്ല, സ്തേഫാനോസ് കുഴഞ്ഞു വീഴുമ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഇതാ സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കാണുന്നു, സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കാണുന്നു. കർത്താവായ യേശുക്രിസ്തു നിത്യനായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്നത് ഞാൻ കാണുന്നു. ഇത്രയും പറഞ്ഞിട്ട് പിന്നീട് സ്തേഫാനോസ് അങ്ങ് വീഴാൻ തുടങ്ങുകയാണ്. വീഴുമ്പോൾ പറഞ്ഞ വാക്കിതാണ്, മരിക്കാൻ നേരത്ത് പറഞ്ഞത്, കർത്താവേ, ഇവർക്ക് ഈ പാപം നിർത്തരുതേ എന്ന്. ശൗല് ഞെട്ടിപ്പോയി ആ വാക്ക്, ഇവർക്ക് ഈ പാപം നിർത്തരുതേ എന്ന്. ഒരിക്കലും പ്രതീക്ഷിക്കുന്നൊരു വാക്കല്ലത്. ഒരു കാരണവുമില്ലാതെ സ്തേഫാനോസിനെ കല്ലെറിഞ്ഞപ്പോൾ കല്ലെറിഞ്ഞവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇതെങ്ങനെ സാധിക്കും? അത് ശൗലിന് മനസ്സിലാകുന്നില്ല. ശൗലിന് പിടികിട്ടിയില്ല. ഇതെങ്ങനെ സാധിക്കും? അവിടെ ആ ഒരൊറ്റ ശബ്ദം, പിതാവേ, കർത്താവേ, ഇവർക്ക് ഈ പാപം നിർത്തരുതേ എന്നുള്ള ആ ഒരു യാചന, ആ ഒരു അഭയയാചന, ആ വേദനാഭരിതമായ ഒരു വാക്ക്, അത് ശൗലിൻ്റെ ഹൃദയത്തെ തൊട്ടു. പക്ഷേ ശൗലിൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് മാറിയില്ല. പിന്നെയും കർത്താവിൻ്റെ വേലക്കാരെ ഉദ്ധരിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഡമാസ്കസിൽ ഒരു കൂട്ടം ആളുകൾ ഒരു പാവപ്പെട്ട മനുഷ്യൻ്റെ വീട്ടിൽ കൂടിയിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് കേട്ടത്, വിശ്വാസികൾ. അത് യെരൂശലേമിൽ അത് കേട്ടപ്പോൾ അവിടെയുള്ള ആ ഡമാസ്കോസ് മലയാളത്തിൽ ഡമാസ്കോസിൽ അവിടെയുള്ള ഈ ക്രിസ്തു വിശ്വാസികളെ പിടിച്ചു കെട്ടിക്കൊണ്ടൊന്ന് പീഡിപ്പിക്കാനുള്ള അധികാരപത്രം മഹാപുരോഹിതന്മാരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ട് ശൗല് പുറപ്പെട്ടു. ശൗല് നല്ല ഉത്സാഹത്തോടെയാണ് പോകുന്നത്. ക്രിസ്ത്യാനികളെ ഉപദ്രവിച്ച് കിടങ്ങും. പക്ഷേ ഇതിങ്ങനെ പോകുമ്പോഴും ഉപബോധ മനസ്സിൽ ഒരു വാക്കിങ്ങ് തിളങ്ങിക്കിടക്കുന്നുണ്ട്, പിതാവേ, ഇവർക്ക് ഈ പാവം നിർത്തരുതേ എന്ന്. പക്ഷേ അത് മനഃപൂർവ്വം ആ ചിന്തയെ മാറ്റാൻ നോക്കുന്നുണ്ട്. ചിന്ത പോരും, പിതാവേ, ഇവർക്ക് ഈ പാവം നിർത്തരുതേ എന്ന് സ്തേഫാനോസിൻ്റെ പ്രാർത്ഥന. പക്ഷേ അത് മനസ്സോടെ അത് ചിന്തിക്കേണ്ട എന്ന രീതിയിൽ മാറ്റിക്കൊണ്ട് പിന്നെയും നല്ല ഭീഷണിയും കൊലയും നിശ്വസിച്ചുകൊണ്ടെന്നാണ് വേദവസ്തം പറയുന്നത്. ഭീഷണിയും കൊലയും നിശ്വസിച്ചുകൊണ്ട് ശൗല് ദമസ്കോസിലേക്ക് യാത്ര ചെയ്തു. ഏതാനും പേരും കൂടെയുണ്ട്. എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വീറോടെയാണ് സംസാരിക്കുന്നത്. ഈ കൂട്ടരെ നശിപ്പിക്കണമെന്നുള്ള വീറോടെയാണ്. ഈ വിശ്വാസികൾ എന്ന് പറയുന്നവർ, ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവർ, ക്രിസ്തു വിശ്വാസികൾ, ഇവരെ നശിപ്പിച്ച് അടങ്ങൂ എന്നുള്ള വാശിയോടെയാണ് പറഞ്ഞുകൊണ്ട് പോകുന്നത്. വൈരാഗ്യപൂർവമായ ഒരു യാത്ര. ഏതാണ്ട് ഡമാസ്കസിൻ്റെ അരികത്ത് സമീപത്ത് എത്താറായപ്പോൾ ഒരു നട്ടുച്ച നേരം പെട്ടെന്ന്
പെട്ടെന്ന് എന്തോ ഒരു വലിയ സംഭവം ഉണ്ടായി. ഞെട്ടിപ്പോയി. ഉജ്ജ്വലത്തായ ഒരു പ്രകാശം ചുറ്റും മിന്നി, ഭയങ്കരമായ പ്രകാശം. കണ്ണ് അടഞ്ഞു പോകത്തക്കണം, കണ്ണ് അഞ്ചി പോകത്തക്കണം, കണ്ണ് തുറക്കാൻ പറ്റാത്തതുപോലെ വലിയൊരു പ്രകാശം ചുറ്റും മിന്നി. എന്താണെന്ന് മനസ്സിലായില്ല, എന്താണെന്ന് കാര്യം പിടികിട്ടിയില്ല. എല്ലാവരും വീണു. ശൗലും വീണു, കൂടെയുള്ളവരും വീണു, നിലത്ത് വീണു, റോഡിൽ തന്നെ. ആ പ്രകാശധോരണിയിൽ അങ്ങ് ലയിച്ച് അലിഞ്ഞ് ശൗൽ അവിടെ കിടക്കുമ്പോൾ, റോഡിൽ കിടക്കുമ്പോൾ ശൗൽ ഒരു ശബ്ദം കേട്ടു. ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നതെന്ത്? ദൈവത്തിന് സ്തോത്രം. നീ എന്നെ ഉപദ്രവിക്കുന്നതെന്ത്? ശൗലിന് നേരത്തെ ഒരു ശബ്ദം കേട്ട ഓർമ്മയുണ്ടല്ലോ, പിതാവേ ഇവർക്ക് ഈ പാവം നിർത്തരുതേ എന്ന്. ആ സ്തെഫാനോസിൻ്റെ പ്രാർത്ഥന പോലെ തന്നെ ആ ആർദ്രതയുള്ള ഒരു ശബ്ദമാണ് കേൾക്കുന്നത്. ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നതെന്ത്? ശൗലിന് മനസ്സിലായി ഇത് യേശുക്രിസ്തു പറയുന്ന ശബ്ദമാണെന്ന്. ശൗൽ മനസ്സിലായി ഇത് യേശുക്രിസ്തു എന്നോട് സംസാരിക്കുന്നതെന്ന്. ശൗൽ ഇങ്ങനെ അറിയാതെ പറഞ്ഞുപോയി, വീണ് കിടക്കുന്നുണ്ട്, നീ ആരാകുന്നു കർത്താവേ? കർത്താവേ എന്നാണ് പറഞ്ഞത്, നീ ആരാകുന്നു കർത്താവേ? ഉടനെ ശബ്ദം പറഞ്ഞു, നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ. സ്തോത്രം. നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഒരു വലിയ അനുഭവമാണ് ഉണ്ടായത്. ശൗലിന് ദൈവിക ദർശനമാണ് ലഭിച്ചത്, ദൈവികമായ അരുളപ്പാടാണ് ലഭിച്ചത്. നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ. ശൗൽ ആ വീണ് കിടക്കുന്ന കിടപ്പിൽ അനേകം കാര്യങ്ങൾ മനസ്സിൽ കൂടി ഇങ്ങനെ പാഞ്ഞു പോവുകയാണ്. സ്തെഫാനോസിനെ കല്ലെറിഞ്ഞത്, ദൈവമക്കളെ ഉപദ്രവിക്കാൻ കൂട്ടുകൂടിയത്, സ്തെഫാനോസ് കല്ലേറുകൊണ്ട് പൊളഞ്ഞ് വേദനിച്ചുകൊണ്ട് ഉയരത്തേക്ക് നോക്കുന്നത്, സ്വർഗം തുറന്നിരിക്കുന്നത് കാണുന്നെന്ന് പറഞ്ഞത്, അപ്പോൾ സ്തെഫാനോസിൻ്റെ മുഖം സൂര്യനെപ്പോലെ പ്രകാശിച്ചത്, അപ്പോൾ സ്തെഫാനോസ് പിതാവേ ഇവർക്ക് ഈ പാവം നിർത്തരുതേ എന്ന് പറഞ്ഞുകൊണ്ട് വീഴുന്നത്, ഇതെല്ലാം മനസ്സിൽ കൂടി ഇങ്ങനെ പാഞ്ഞു പോവുകയാണ്. ഓരോ സംഭവങ്ങൾ ഒന്നിനുമേലൊന്നായി. ദൈവത്തിന് സ്തോത്രം. ശൗൽ ഇപ്പോൾ കേൾക്കുന്ന ശബ്ദം, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്താ എന്നാണ്. അപ്പോഴാണ് ശൗൽ മനസ്സിലായത്, ഞാൻ യേശുക്രിസ്തുവിനെ ഉപദ്രവിക്കുകയായിരുന്നു. യേശുക്രിസ്തുവിനാണ് ഞാൻ ഉപദ്രവിച്ചത്. ഞാൻ ഉപദ്രവിക്കുകയായിരുന്നു. ഞാൻ മതത്തിൻ്റെ വലിയ പ്രവർത്തകനായിരുന്നു, മതത്തിൻ്റെ ഒരു വലിയ ഉന്നത നേതാവായിരുന്നു, മതത്തിലൊരു പ്രമാണിയായിരുന്നു. ഞാൻ യെരൂശലേം ദേവാലയത്തിലൊരു പ്രമാണിയായിരുന്നു. ഞാൻ പ്രവർത്തന സമിതിയിൽ, സിനഡിൽ, സന്നദ്ധി സംഘത്തിൽ ഞാൻ അംഗമായിരുന്നു. ഉന്നതമായ സ്ഥാനമാണ് എനിക്കുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ദൈവമേ, ഞാൻ യേശുക്രിസ്തുവിനെ ഉപദ്രവിക്കുകയായിരുന്നല്ലോ. ഇത് ശൗലിനെ വല്ലാതെ ഉലച്ചു. ശൗല് പിന്നെ എഴുന്നേറ്റപ്പോൾ കണ്ണ് കാണാൻ വയ്യ. ശൗൽ എഴുന്നേറ്റപ്പോൾ കണ്ണിൽ അതുപോലുള്ള പ്രകാശമാണ് വന്ന് വീണത്. അത്യുജ്വലമായ പ്രകാശം, സ്വർഗത്തിൻ്റെ പ്രകാശമാണ് വന്നത്. ശൗൽ തപ്പി നടന്നപ്പോൾ അവനെ മറ്റുള്ളവരെ പിടിച്ച് അങ്ങ് ദമസ്കോസിൻ്റെ നഗരത്തിലേക്ക് കൊണ്ടുപോയി. അവിടെ അനന്യാസ് എന്ന് പറയുന്ന ഒരാളുടെ വീട്ടിൽ ചെന്നു. അവിടെ ശൗലിന് വീണ്ടും ദൈവത്തിൻ്റെ ആത്മാവ് ശൗലിനോട് സംസാരിച്ചു. ദൈവത്തിന് സ്തോത്രം. നീ പരിശുദ്ധാത്മപൂർണ്ണനാകുക എന്ന് സംസാരിച്ചു. പരിശുദ്ധാത്മപൂർണ്ണനാകുക. ശൗല് ഇതൊന്നും അത്രയ്ക്കൊന്നും ചിന്തിച്ചുള്ള കാര്യങ്ങളല്ല. മതവൈരാഗ്യം ഉണ്ടെങ്കിലും പരിശുദ്ധാത്മാവ് ആരാണെന്നോ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം എന്താണെന്നോ ഒന്നും ശൗലിന് അറിയാൻ പാടില്ലായിരുന്നു. ഇന്നും അങ്ങനെ തന്നെയാണ്, അനേകരും അങ്ങനെയാണ്. മതതീഷ്ണതയുണ്ട്, പള്ളിയുണ്ട്, പള്ളിയിലെ നമസ്കാരങ്ങളുണ്ട്, പ്രാർത്ഥനകളുണ്ട്, ആരാധനയുണ്ട്, മെഹറാനായ പെരുന്നാളുകളുണ്ട്, വിശുദ്ധ കുർബാനയുണ്ട്, എല്ലാം ഉണ്ട്, അതൊക്കെ താല്പര്യവുമുണ്ട്. പക്ഷേ പരിശുദ്ധാത്മാവ് ആരാണ് എന്താണെന്ന് മനസ്സിലായിട്ടില്ല. പരിശുദ്ധാത്മാവുണ്ടാകുക. പെന്തക്കോസ്തി പെരുന്നാൾ ദിവസം നാം 3 പ്രാവശ്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ 3 പ്രാവശ്യം നാം മുട്ടുമേൽ വീണ് കിടന്നുകൊണ്ട് കുറിയലായിസോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ദൈവത്തിൻ്റെ ശക്തിയോടെ എഴുന്നേൽക്കുക എന്ന് പട്ടക്കാരൻ പറയുമ്പോഴാണ് നാം എഴുന്നേൽക്കുന്നത്. 3 പ്രാവശ്യം. പരിശുദ്ധാത്മാവ് എന്താണെന്ന് പോലും അറിഞ്ഞിട്ടില്ല. പട്ടക്കാരൻ പറയുന്നു, നാം കുമ്പിടുന്നു, കുറിയലായിസ് എന്ന് പറയുന്നു, എല്ലാം ചടങ്ങുകൾ, ചില വാക്കുകൾ, അർത്ഥമൊന്നും മനസ്സിലാക്കുന്നില്ല. എന്തിനാ പറയുന്നത്? കുറിയലായിസ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ എന്താണ്? അതൊന്നും ചിന്തിച്ചുകൊണ്ടല്ല. ഏതോ ഒരു മായികമായ ഒരു ചിന്താഗതിയിൽ ഇതൊക്കെ ചെയ്തു പോകുന്നു, ഒരു ചടങ്ങ് പോലും നിർവഹിച്ചു പോകുന്നു. പരിശുദ്ധാത്മാവ് എന്താണെന്ന് പോലും അറിഞ്ഞുകൂടാ. പരിശുദ്ധാത്മാവ് എന്താണെന്ന് പോലും അറിയാൻ വയ്യാത്ത ശൗലിന് അന്ന് നീ പരിശുദ്ധാത്മ പൂർണ്ണനാകണമെന്നാണ് ദൈവത്തിൻ്റെ അരുളപ്പാട്. നീ പരിശുദ്ധാത്മ പൂർണ്ണനാകുക. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ,
ഒരു ദൈവം ജീവിക്കുന്നുണ്ട്. നിങ്ങൾ വിശ്വസിക്കൂ. സത്യമായ ഒരു ദൈവം ജീവിക്കുന്നുണ്ട്. യേശു ക്രിസ്തു ജീവിക്കുന്നുണ്ട്. നിങ്ങളുടെ കൊടിയ യാതനകളും പീഡകളുമായി നിങ്ങൾ യേശുവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുക. നിങ്ങളുടെ പ്രയാസങ്ങളുമായി യേശുവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുക. ദൈവത്തിന് സ്തോത്രം. കൂടെ ഞാൻ യേശുവിൻ്റെ അടുക്കൽ ചെല്ലാറുണ്ട്. യേശുവിനെ നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷേ യേശുവിൻ്റെ ആത്മാവിൻ്റെ സ്പർശം ഏൽക്കാറുണ്ട്. ആത്മാവിൻ്റെ സാന്നിധ്യം കിട്ടാറുണ്ട്. ഞാൻ കൂടെ യേശുവിൻ്റെ അടുക്കൽ ചെല്ലും. ചില പ്രത്യേക കാര്യങ്ങൾ പറയും. എൻ്റെ മനസ്സിലെ ചില ആശകൾ പറയും, ആഗ്രഹങ്ങൾ പറയും, ചില പ്രയാസങ്ങൾ പറയും. ദൈവത്തിന് സ്തോത്രം. ഈ കഴിഞ്ഞ ചില ദിവസങ്ങളിലായിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു വിഷയം, ദൈവത്തിന് സ്തോത്രം, ഭാഗ്യവശാൽ ഇന്ന് അതിന് ഫേവറബിളായിട്ടുള്ളൊരു മറുപടി കിട്ടി. ദൈവത്തിന് സ്തോത്രം. ഇന്ന് അതിൻ്റെ സന്തോഷം എൻ്റെ മനസ്സിലുണ്ട്. പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു. ഞാൻ കാര്യം എന്താണെന്ന് ഇപ്പോൾ പറയുന്നില്ല. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു. ഈ യേശു ജീവിക്കുന്നതുകൊണ്ട് ഞാനും ജീവിക്കുന്നു. ഈ യേശുവിൻ്റെ സ്നേഹം എന്നെ തലോടുന്നതുകൊണ്ട് ഞാൻ ജീവിക്കുന്നു. യേശുവിൻ്റെ സ്നേഹം അനുഭവിക്കുന്നതുകൊണ്ട് ഞാൻ ജീവിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ കൃപയുള്ളതുകൊണ്ട് ഞാൻ ജീവിക്കുന്നു. അല്ലെങ്കിൽ ഞാൻ വാടി തളർന്നു പോയേനെ. ദൈവത്തിന് സ്തോത്രം. അത് നിങ്ങൾക്കറിയാമല്ലോ. ഒരു വയസ്സിൽ എൻ്റെ അപ്പൻ മരിച്ചതുകൊണ്ട്, ഒറ്റയ്ക്കൊരു വയസ്സ് മാത്രമുള്ളപ്പോൾ എൻ്റെ അപ്പൻ മരിച്ചു പോയതുകൊണ്ട് അനാഥനായി തീർന്നതാണ് എൻ്റെ ജീവിതം. ഞാൻ പലപ്പോഴും പറയാറുള്ളതുകൊണ്ട് ആവർത്തിക്കുന്നില്ല. പക്ഷേ ചിലത് സൂചിപ്പിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അനാഥമായി പോയ ജീവിതം, ഏറ്റവും നിരാശ പറ്റിയ ജീവിതം, ആശ അറ്റുപോയ ജീവിതം, പ്രതീക്ഷ നശിച്ച ജീവിതം. എന്നും മുഖം മ്ലാനമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നും വാടിയ മുഖമായിരുന്നു. എന്നും എന്നും കരച്ചിലായിരുന്നു. ഞാനും കരയും, അമ്മയും കരയും, എൻ്റെ പെങ്ങളും കരയും. കരച്ചിലിൻ്റെ വീടായിരുന്നു. അമ്മ പറയും നമ്മുടെ വീട് ഉറങ്ങിപ്പോയല്ലോ എന്ന്. ആരും കയറി വരുന്നില്ല. വേലക്കാരൊക്കെ വരും. പാടത്ത് കൃഷിയുള്ളതുകൊണ്ട് വേലക്കാരൊക്കെ വരും, കാര്യങ്ങളൊക്കെ നടക്കും. പക്ഷേ ബന്ധത്തിൽപ്പെട്ട് ആരും കയറി വരുന്നില്ല. എന്തിനു വരണം? ആരെ കാണാൻ കയറി വരണം? അങ്ങനെ ഒറ്റപ്പെട്ടൊരു കുടുംബമായിരുന്നു ഞങ്ങളുടെ കുടുംബം. ദൈവത്തിന് സ്തോത്രം. അന്ന് പരിശുദ്ധനായ ദൈവപുരുഷൻ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം അവിടെ എല്ലാം മാലാഖമാരെ കൊണ്ട് നിറഞ്ഞു വന്ന് ആത്മാവ് വെളിപ്പെടുത്തി തന്നു. അതിനുശേഷം ഒന്നിനൊന്ന് ദൈവമക്കൾ വരാൻ തുടങ്ങി. കൂടി വന്നു. എത്ര മഴയാണെങ്കിലും പാവപ്പെട്ട ആളുകൾ വചനത്തിന് വേണ്ടി ദാഹിച്ചുകൊണ്ട് ഓടി വരുന്നു. ദൈവത്തിന് സ്തോത്രം. മഴയും അസൗകര്യമൊക്കെ ഉണ്ടെങ്കിൽ ആളുകൾ വരുന്നു. എന്തിന്? ആശ്വാസം കിട്ടാൻ, സമാധാനം കിട്ടാൻ. കർത്താവിന് സ്തോത്രം. ഉറങ്ങിപ്പോയ വീട് നിശബ്ദ കോലാഹലമായി. ഉറങ്ങിപ്പോയ വീട് നിശബ്ദാഭിമാനമായി. മുഖരിതമായ ശബ്ദം അത് മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. സ്തുതിയുടെ ശബ്ദം. ദൈവത്തിന് സ്തോത്രം. എനിക്ക് നിങ്ങളോട് വളരെ വിനീയമായ ഒരു കാര്യം ചോദിക്കാനുണ്ട്. നിങ്ങൾക്ക് ഈ പരിശുദ്ധാത്മാവ് വേണമെന്ന് ആഗ്രഹമുണ്ടോ? നിങ്ങൾക്ക് മാറ്റം വേണമെന്ന് ആഗ്രഹമുണ്ടോ? നിങ്ങൾക്ക് ജീവിതത്തിൽ പ്രസാദം വേണമെന്ന് ആഗ്രഹമുണ്ടോ? ജീവിതത്തിൽ സന്തോഷം വേണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? യേശുക്രിസ്തുവിൻ്റെ കൃപ വേണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ ഹൃദയത്തിലേക്ക് വരാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഒരു സമാധാന ജീവിതം വേണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് സമാധാന ജീവിതം വേണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്. സമാധാനം തരാനാണ് യേശു വന്നത്. യേശു നിങ്ങൾക്ക് സമാധാനം തരാനാണ് നിങ്ങളുടെ അരികത്തേക്ക് വന്നിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറയുന്ന വാക്കുകളെല്ലാം എല്ലാ സാധാരണ മനുഷ്യൻ്റെ വാക്കുകൾ. പക്ഷേ യേശുക്രിസ്തുവിൻ്റെ ആത്മാവ് നിങ്ങളുടെ അരികിലേക്ക് വരികയാണ്. പരിശുദ്ധാത്മാവിൻ്റെ അരികത്തേക്ക് വരികയാണ്. മന്ദം കർത്താവ് പയ്യെ നടന്ന് നീങ്ങുകയാണ്. നിങ്ങൾ ഒരു കാര്യം പറയണം: കർത്താവേ, നീ നടന്ന് നീങ്ങുന്നതിന് മുൻപ് എൻ്റെ മേൽ നിൻ്റെ ആ തൃക്കര ഒന്ന് വെച്ചിട്ട് പോകണമേ, ഒന്ന് തൊട്ടിട്ട് പോകണമേ, എന്നെ നീ രൂപാന്തരപ്പെടുത്തണമേ. ഒരു കാര്യം ഞാൻ നിന്നോട് പറയാം, മരണത്തോളം, കർത്താവേ, മരണത്തോളം ഇനി ഇപ്പോൾ ആവും എന്നെ തൊടുകയില്ല. അക്കാര്യം എനിക്ക് ഉറപ്പാണ്. ഇനി അരുതാത്ത ജീവിതത്തിലേക്ക് ഞാൻ പോവുകയില്ല. ഒരു കാര്യത്തിൽ എനിക്ക് തെറ്റ് പറ്റാതെ ഞാൻ നിന്നുകൊള്ളാം. കർത്താവേ, നീ എന്നെ ഒന്ന് പിടിച്ചു കൊള്ളണമേ. നിൻ്റെ ആത്മാവിനെ എൻ്റെ മേലെ ഊതണമേ. കർത്താവേ, ശൗലിനെ പൗലോസാക്കി മാറ്റിയ മരുഭൂമിയുടെ അനുഭവം, കർത്താവേ, മരുഭൂമിയിൽ വെച്ച് കർത്താവ് ഹൃദ്യമായി സംസാരിച്ച അനുഭവം, ശൗലിന് ഒരു വലിയ മാനസാന്തരം കിട്ടിയതായ അനുഭവം, കർത്താവേ, ഇന്ന് എനിക്ക് തരണമേ. എൻ്റെ കർത്താവേ, എൻ്റെ ജീവിതത്തിലേക്ക് നീ അത്ഭുതമായി എഴുന്നള്ളി വരണമേ. നിങ്ങൾ പ്രാർത്ഥിക്കൂ പ്രിയപ്പെട്ടവരെ. യേശു ക്രിസ്തുവിൻ്റെ അരികത്തേക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ അരികത്തൂടെ നടക്കുന്നുണ്ട്. യേശുവിൻ്റെ തൃക്കരം, ആണിപ്പാടുള്ള കരം നിങ്ങളുടെ മേൽ വയ്ക്കുന്നുണ്ട്. നിങ്ങൾക്ക് വിശ്വസിക്കാമെങ്കിൽ നിങ്ങൾക്ക് അനുഗ്രഹം പ്രാപിക്കാം. യേശു ക്രിസ്തു ജീവിക്കും ദൈവം. എൻ്റെ കർത്താവിനെ സ്തോത്രം. എൻ്റെ യേശുവിനെ സ്തുതി. അവൻ സ്തുതി നിങ്ങളുടെ നാവിന്മേൽ വരച്ചു തരികയാണ്. നിങ്ങൾ ചുണ്ടിന്മേൽ കർത്താവിന് തിരക്തം പുരട്ടി തരികയാണ്. ദൈവത്തിന് സ്തോത്രം. ആ സ്വർഗീയ രക്തം, യേശുവിൻ്റെ തിരക്തം ചുണ്ടിന്മേൽ പൊട്ടി തന്നുകൊണ്ട് ഇനി നിങ്ങൾക്ക് സ്തുതിക്കാം. ദൈവത്തിന് സ്തോത്രം.
നിങ്ങൾക്ക് ദൈവത്തെ ആരാധിക്കാം. കർത്താവിന് സ്തോത്രം. നിങ്ങൾക്ക് ദൈവത്തെ വണങ്ങാം, ദൈവത്തെ നിങ്ങൾക്ക് ആരാധിക്കാം. അനുഗ്രഹം ജീവിതം നിങ്ങൾക്ക് തുടങ്ങാം. സമാധാനമുള്ളൊരു ജീവിതം നിങ്ങൾക്ക് തുടങ്ങാം. സന്തോഷമുള്ള ജീവിതം നിങ്ങൾക്ക് തുടങ്ങാം. നിങ്ങളുടെ ജീവിതം കണ്ട് അനേകരെ രക്ഷയിലേക്ക് വരും. അനേകരെ സമാധാനം അനുഭവിക്കാനിടയാകും. അനേക കുടുംബങ്ങൾ രക്ഷപ്പെടും. നരകമായ കുടുംബങ്ങൾ, നരകം പോലെയായി പോയ കുടുംബങ്ങൾ, അനേക കുടുംബങ്ങൾ ഇന്ന് സ്വർഗമായി മാറും. കർത്താവിന് സ്തോത്രം. നിങ്ങൾക്ക് ആഗ്രഹമില്ലേ നിങ്ങളുടെ വീട് ഒരു സ്വർഗമാകണമെന്ന്? നിങ്ങൾക്ക് ആഗ്രഹമില്ലേ നിങ്ങളുടെ വീട് സമാധാനമായി തീരണമെന്ന്? എൻ്റെ കർത്താവിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വീട് സ്വർഗസമാനമാക്കാൻ കർത്താവിന് ആഗ്രഹമുണ്ട്. യേശു ഇന്ന് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. യേശു മാറിപ്പോയിട്ടില്ല. യേശു കരുണയുള്ളവനാണ്. കഴിഞ്ഞ കാല പാവങ്ങളൊന്നും ഓർക്കുകയില്ല. വിശ്വസിക്കുക മാത്രം ചെയ്യുക. എല്ലാം തിരുത്താൽ കഴിയത്തരും. കർത്താവേ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ വകയെന്ന് ഹൃദയത്തിലൊരു തീരുമാനം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ കർത്താവ് നിങ്ങളുടെ അരികത്തേക്ക് വന്ന് നിങ്ങളുടെ തലമേൽ തന്നെ കരം വയ്ക്കും. ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തു ഇതാ നടന്നെടുക്കുന്നു. യേശു ക്രിസ്തു ഇതാ അരികത്തേക്ക് വരുന്നു. യേശു ക്രിസ്തു ഇതാ സമീപത്വം നിൽക്കുന്നു. യേശു ക്രിസ്തു ഇതാ മകളെ അതിൻ്റെ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്. യൗവനക്കാരായ യേശു ക്രിസ്തു ഇതാ സമീപത്ത് നിൽക്കുന്നുണ്ട്. മാന്യ ദൈവവേദിയിലെ അതിൻ്റെ അരികത്ത് യേശു നിൽക്കുകയാണ്. യേശുവിനോട് ഒറ്റ വാക്ക് പറയൂ, കർത്താവേ എന്നോട് മനസ്സലിയണമേ, മഹാഭാവിയായ എന്നോട് കരുണ തോന്നണമേ. യേശുവേ മഹാഭാവിയായ എന്നോട് കരുണ തോന്നണമേ. യേശുവേ ഭാവിയായ എന്നോട് കരുണ തോന്നണമേ. നിങ്ങൾ പ്രാർത്ഥിക്കൂ, നിങ്ങളതിന് സമർപ്പിക്കൂ, കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കൂ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അവിടെ നിങ്ങളുടെ കൂടെ തന്നെ ഉള്ളതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അവിടുത്തെ സാന്നിധ്യം ഞങ്ങൾക്ക് തന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഇവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ നവീകരണ ശക്തി ഞങ്ങളുടെ മേൽ പകരുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മേൽ ഊതുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. എല്ലാവരെയും തൊടണമേ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ. എൻ്റെ നാഥ, അതിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഞങ്ങളെല്ലാവരെയും ഒരുക്കണമേ. യേശുക്രിസ്തുവിൻ്റെ മഹത്വപൂർണ്ണമായ നാമത്തിൽ യാചിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം.